രണ്ടെണ്ണം മതി. അയ്യോ ദൈവമേ, ചൂട് ദോശ കല്ലേന്ന് തന്നെ എടുത്തത് ഇവിടെ കൊണ്ടിട്ടിരിക്കാൻ. രണ്ടെണ്ണം മതി എന്ന് പറഞ്ഞത് ഇപ്പൊ 4 എണ്ണറ്റുണ്ടേ. 4 ഒന്നും കഴിക്കാൻ പറ്റൂല. എങ്ങനെയാണ് ദോശ കഴിക്കേണ്ടതെന്ന് എനിക്ക് പറഞ്ഞു തരാം കേട്ടോ. രസവട പൊടിച്ച് പപ്പടവും കൂടെ പൊടിച്ച് ദോശയുടെ കൂടെ കഴിക്കണം, ചമ്മന്തിയും കൂടെ ചേർത്ത്. അങ്ങനെയാണ് കഴിക്കേണ്ടത്. അപ്പോഴാണ് അതിന്റെ ടേസ്റ്റ്. ദോശയൊക്കെ എത്ര രൂപയ്ക്കാ കൊടുക്കുക? ദോശ 5 രൂപ. 5 രൂപ. 3 രൂപ ആയിരുന്നു, ഇപ്പൊ ഈ ഇടയ്ക്കാണ് 5 രൂപ ആക്കിയത്. ഇപ്പൊ ഇവിടെ നമുക്കെല്ലാം വിറകായോണ്ട് ഗ്യാസിന്റെ പ്രശ്നമൊന്നും ബാധിച്ചില്ല. ഗ്യാസ് ഒന്നും ഇല്ലല്ലോ, എല്ലാം വിറകിൽ തന്നെയാ. എല്ലാം മൊത്തം വിറകിൽ തന്നെ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ പോണ്ടിച്ചേരി വിശേഷങ്ങളൊക്കെ അല്ലേ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ആ സാധാരണ ഒരു നാടൻ രുചി ദോശയും ചമ്മന്തിയും ഒക്കെയാണ്. 5 രൂപയ്ക്കാണ് കേട്ടോ ദോശ കൊടുക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം, ഞാൻ നിൽക്കുന്ന സ്ഥലം വെള്ളറട എന്ന് പറയും, അതായത് തിരുവനന്തപുരം ജില്ലയിലാണ്. വെള്ളറടയിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ വരുമ്പോൾ പാട്ടം തലയ്ക്കൽ, നേരെ പോയി കഴിഞ്ഞാൽ പാലിയോടൊക്കെ. ഇവിടെയൊക്കെ നമ്മൾ മുന്നേ വീഡിയോ എടുത്തിട്ടുണ്ട് 2 രൂപയുടെ ദോശയും ചിക്കൻ തോരനും ഒക്കെ. ഇവിടെ പക്ഷേ ദോശയും ചമ്മന്തിയും രസവടിയൊക്കെ തന്നെയുള്ളൂ. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലെ ഈ ഗ്യാസിൻ്റെ പ്രതിസന്ധികളും ഒക്കെ നമ്മൾ വീഡിയോ എടുത്ത കുറേ കടകൾ ഇന്നലെയും മിനിഞ്ഞാന്ന് നോക്കിയായിട്ട് അവരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞു. അത് അവരുടെ ഒരു സ്നേഹമാണ്. മെസ്സേജ് അയച്ച് പറഞ്ഞു, ഇങ്ങനെ ചേച്ചി കട തുറക്കണില്ല, ഇനി ഉള്ള ലാസ്റ്റ് ഗ്യാസും ഇന്നലെയോടുകൂടി തീർന്നു എന്ന് പറഞ്ഞിട്ട് രഞ്ജു, അങ്ങനെ കുറേ പേര് മെസ്സേജ് അയച്ചു. ബിന്ദു ചേച്ചി കുറേ ദിവസങ്ങൾ അടച്ചിട്ടിട്ട് മിനിഞ്ഞാന്ന് തുറന്നിട്ടേ ഉള്ളൂ, കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഗ്യാസ് കിട്ടണില്ല അങ്ങനെയൊക്കെ. പക്ഷെ ഇവിടെ ഇങ്ങടേക്ക് വരുമ്പോൾ ഉള്ള കടകളെയൊന്നും ഇത് ബാധിച്ചിട്ടില്ല, കാരണം എല്ലാ കടകളും വിറകടുപ്പിലാണ്. അവരുടെ വീട്ടിൽ തന്നെ പശു ഒക്കെ ഉണ്ട്, അവിടെ നിന്ന് പാലെടുത്ത് കൊണ്ടുവരുന്നു, വിറകടുപ്പിൽ പാചകം ചെയ്യണു, വാഴ ഇലയിൽ ദോശയും ചമ്മന്തിയൊക്കെ കൊടുക്കണം. ഭയങ്കര നാട്ടുമ്പറായിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മളെ ചില സാധനങ്ങൾ നമ്മളിങ്ങനെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ പഴമകളൊക്കെ തന്നെയായിരുന്നു നല്ലത്. നമ്മൾ ഓരോ ഇതിലേക്ക് പോകുമ്പോൾ, മാറ്റങ്ങൾ വരുമ്പോൾ, പുതിയ മോഡേൺ സാധനങ്ങൾ വരുമ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ ചിലപ്പോഴെങ്കിലും ഒന്ന് ബാക്ക് പോകേണ്ടി വരും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ചെറിയൊരു ഉദാഹരണം പറയാം. എനിക്കൊരു സ്വഭാവമുണ്ട്, ഞാൻ ഈ ബുക്ക് വെച്ച് എഴുതും എല്ലാ സാധനങ്ങളും. ഇപ്പം ഇപ്പം ഇന്ന് രാവിലെ ഞാൻ ഇറങ്ങിയാൽ എന്തൊക്കെ ചിലവ്, ചാനലിൻ്റെ കണക്ക് ചിലവ്. അപ്പം എന്നെ ചിലരൊക്കെ കളിയാക്കും, എന്തിനാണ് ഇപ്പോൾ ഇത് ബുക്ക് വെച്ച് എഴുതുന്നത്? എൻ്റെ കയ്യിലൊരു 4-4 ബുക്കൊക്കെ ഉണ്ട്, ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഒക്കെ മൊബൈലിൽ നമുക്ക് ചെയ്താൽ പോരെ എന്ന് പറയും. അങ്ങനെ പറഞ്ഞ ആളുകൾ തന്നെ ഒരു സമയത്ത് ഈ വാട്സപ്പൊക്കെ അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ പോയ കൂടെ അങ്ങ് ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ അത് എൻ്റെ അടുത്ത് വിളിച്ച് പറയണം, എല്ലാം പോയി, ഇനി എന്താ ചെയ്യുക? അപ്പം ഞാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇത് എഴുതി വെച്ചാൽ മതി. എനിക്കിപ്പോഴും അത് തന്നെയാണ് വിശ്വാസം. കാരണം എനിക്ക് ഈ ഫോണിനേക്കാളും ഞാൻ കുറച്ചുകൂടി കംഫർട്ടബിൾ അതാണ്. നമ്മൾ ചിലതൊക്കെ അത് തന്നെയാണ് നല്ലത്. എത്ര സാങ്കേതിക വിദ്യകൾ അതിൻ്റേതായിട്ടുള്ള ഇതിലെത്തിയെന്ന് പറയുമ്പോഴും നമ്മുടെ ആ പഴയ സിസ്റ്റമൊക്കെ ചില സമയത്തൊക്കെ ഭയങ്കര ഉപകാരപ്പെടും. അപ്പോൾ ഇവിടെ ഇന്നും ആർക്കും ഒരു മുട്ടുമില്ല. ഞായറാഴ്ചയും കട തുറക്കുന്നുണ്ട്, ഇവിടെ സാധാരണ പോലെ ആളുകൾ കഴിക്കാൻ വരുന്നുണ്ട്. ആ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇത്തരം ഇടങ്ങളിലേക്ക് ബാധിച്ചിട്ടില്ല. ഇവിടെ ഇവർ 2 പേരും തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ ഒരാൾ ദോശ ചൂടുന്നു, ചായ അടിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെ വരുന്നവരൊക്കെ പാഴ്സലൊക്കെ സ്വന്തമായിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് പോകും കേട്ടോ. ഞാൻ കുറേ പേരെ ഇങ്ങനെ ശ്രദ്ധിച്ചു. അവർ വരുന്നു, അവർക്ക് ആവശ്യമുള്ള ദോശ എടുക്കുന്നു, ചമ്മന്തി പകർത്തുന്നു, എല്ലാം പൊതിഞ്ഞതാ കൊണ്ടുപോകുന്നു, പൈസ അവിടെ ഇട്ട് വെച്ചും പോകും. 1/2 കിലോ പൂവമ്പഴം, 1/2 കിലോ പൂവമ്പഴം. നല്ല പഴുത്തില്ലേ? ഇന്നേക്ക് കഴിക്കാൻ പറ്റില്ലേ? പെടുത്തോ. നാടൻ കൊല പുകയടിച്ചിട്ട് കണ്ണിലേക്ക്, പുകയടിച്ചാലും വേണ്ടില്ല, പട്ടിണി ആവില്ലല്ലോ. മതി. പിള്ളേർക്കൊന്നും ഇതൊന്നും വേണ്ടാന്നേ, നമ്മളൊക്കെ തന്നെ തിന്നണം മേടിച്ചോണ്ട് പോയാലും. അല്ല, പിള്ളേർക്ക് ഇതൊന്നും ഒരു താല്പര്യമില്ല, മേടിച്ചോണ്ടായാലും ഞാൻ തന്നെ കഴിക്കണമെന്ന്. അപ്പൊ ഇങ്ങനത്തെ സ്ഥലങ്ങളല്ലേ ഇപ്പോഴുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കടകളുടെ ഒക്കെ വീഡിയോ എടുക്കുകയാണ് ചെയ്യുക. അതെല്ലാ ജില്ലയിലും, കേരളം മൊത്തം. അതെ. അച്ഛന്റെ പേരെങ്ങനെയാ? സുകുമാരൻ നായർ. എത്ര കൊല്ലമായി കട തുടങ്ങിയിട്ട്? 42 വർഷമായി. 42. ഭയങ്കര ഓർമ്മയിൽ ഇങ്ങനെ വെച്ചിരിക്കല്ലേ. സ്പെഷ്യൽ ആയിട്ട് ഒന്നുമില്ല, ദോശ ചമ്മന്തി. പിന്നെ ഇത് കഴിയുമ്പോഴോ? എണ്ണ പലഹാരം, വാഴക്കപ്പം, പരിപ്പോട, പഴക്കേക്ക്. എത്ര മണി വരെ ഉണ്ടാവും? അപ്പൊ വൈകുന്നേരം 8:30 മണി ആകുമ്പോൾ അടയ്ക്കും. നിങ്ങൾ 2 പേരും തന്നെയാണ്? 2 പേരും തന്നെയാണ്. രാവിലെ 5 മണിക്ക് തുറക്കും. ആ സമയത്തും ആളൊക്കെ വരുവാ? 5-6 മണിയൊക്കെ ആകുമ്പോൾ ചായ കുടിക്കാൻ ഞായറാഴ്ച തുറക്കുക? ഞായറാഴ്ച എല്ലാ ദിവസവും തുറക്കും. നമുക്ക് ആവുന്ന ദിവസം ചിലപ്പോൾ യാദൃശ്യമായിട്ട് എന്തെങ്കിലും സുഖമില്ലാതായിട്ട് തുറക്കാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ മല്ലി ചമ്മന്തി ഇരിക്കുമായിരുന്നു. പക്ഷെ മല്ലി ചമ്മന്തിയാണ് എനിക്ക് ഇവിടെ ആ ദിവസം മല്ലിമുളക്. പക്ഷെ ആഴ്ചക്ക് 2 ദിവസം തേങ്ങാ ചമ്മന്തി. ഓ ശരി. ഇന്നിപ്പോ തേങ്ങാ ചമ്മന്തി. ഇപ്പൊ ദോശ, ചമ്മന്തി,
രസവട. തിരുവനന്തപുരത്ത് വരുമ്പോൾ മാത്രമേ നമുക്കിത് കിട്ടുള്ളൂ അല്ലേ? പക്ഷെ കഴിഞ്ഞ ദിവസം ആരോ നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ഇട്ടു, തൃപ്പൂണിത്തറയിൽ എവിടെയോ രസവട കിട്ടൂത്രേ. അതിനിപ്പോൾ എവിടെയാണെന്നൊക്കെ ഡീറ്റെയിൽസ് ഒന്നും എടുക്കണം. കാരണം ഒരുപാട് ആളുകൾ തൃശ്ശൂരിൽ നിന്ന് അവിടെ നിന്നൊക്കെ മെസ്സേജ് അയക്കി ഇവിടെ എവിടെയെങ്കിലും കിട്ടുമെന്ന് വെച്ചിട്ട്. തൃപ്പൂണിത്തറ കിട്ടുമെങ്കിൽ തൃശ്ശൂരുകാർക്ക് വന്ന് കഴിച്ചിട്ട് പോകാമല്ലോ. അപ്പോൾ ഞാനങ്ങനെ എല്ലാം കൂടി ഒഴിച്ച് കഴിക്കാൻ പോവാം. നല്ല ചമ്മന്തി. അപ്പോൾ ഇവിടെ ചില ദിവസങ്ങളിൽ മല്ലിക്കറി ഉണ്ടാവും അത്രേ. മല്ലിക്കറിയുടെ വീഡിയോ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലോ, ഇന്നില്ല. ചില ദിവസങ്ങളിൽ മല്ലിക്കറി. അങ്ങനെ ശരിക്കും ഇത് കഴിച്ച് പഠിച്ചവർക്ക് മാത്രമേ ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടുള്ളൂ കേട്ടോ. കാരണം ആദ്യത്തെ പ്രാവശ്യം ഇത് എനിക്ക് തന്നപ്പോൾ എനിക്ക് ഇഷ്ടമേ അറിഞ്ഞില്ല. പിന്നെ 2 പ്രാവശ്യം കഴിച്ച് ഇപ്പം ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കോംബോ. ഞാൻ 2 ദോശ എടുത്തോളൂ. കാരണം എനിക്ക് അധികം അപ്പോൾ കഴിക്കുവാണെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് എല്ലാം കൂടെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. അതെ, കഴിക്കാനുള്ള ആൾ ഇരിക്കുവാണല്ലോ അല്ലേ. ഓംലേറ്റ് വന്നു. ഭയങ്കര രസമാട്ടോ. നമ്മളൊരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ വന്നു. അപ്പോൾ ഇപ്പോൾ നമ്മളെ വേറെ സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഒരു 7 മണിക്കൊക്കെ ചെല്ലുമ്പോൾ അങ്ങനെ അധികം ആരും കാണുമൊന്നുമില്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ എല്ലാവരും ഇങ്ങനെ ഫോണിലൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ ഇവിടെ നമ്മൾ 7 മണിക്ക് വരുമ്പോൾ ഈ വരാന്തയിലെല്ലാം ആളുകളുണ്ടായിരുന്നു. അവരെല്ലാവരും ഇങ്ങനെ ഓരോരോ വിശേഷങ്ങളും അറിയണം. എല്ലാവർക്കും ഇപ്പോൾ ഇലക്ഷനൊക്കെ വരുന്നതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളും അങ്ങനത്തെ ഓരോ സാധനങ്ങളും ഇവിടെ കഴിക്കാൻ വരുന്നവരുമൊക്കെ അവർ തമ്മിൽ സംസാരിക്കുകയും പരസ്പരം എല്ലാം പറയുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചിലയിടത്തൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ വരെ ഇങ്ങനെ ഫോൺ പിടിച്ചിട്ട് അവരെന്തെങ്കിലും കാണും, അവർ കഴിക്കും, അവരെണീറ്റ് പോകും. അപ്പുറം ഇരിക്കുന്നത് ആരാണെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലാത്ത കാഴ്ചകളാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എല്ലാവരും നാട്ടുകാരാ, എല്ലാവരും വിശേഷം പറയുക. അതെ, ഞങ്ങൾ വന്നപ്പോഴും നമ്മളെ അറിയില്ലല്ലോ. ഞങ്ങളൊരു പുതിയ ആൾ ഇവിടെ വരുന്നില്ല. അപ്പൊ എല്ലാവരും ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു, ചായ ഇനി വേണ്ട, മതി വെള്ളം വേണ്ട, കുടിക്കാൻ വെള്ളം മതി, സാധാരണ വെള്ളം മതി, മതി, പച്ചവെള്ളം വേണ്ട, ചൂടുവെള്ളം മതി. നമ്മളെ അടുത്തും ചോദിക്കുക, എന്താ, ആരാ, കഴിക്കാൻ വന്നതാണോ, നിങ്ങൾ എവിടെ നിന്നാ? അപ്പം അത് ഒരു നമ്മളെ ചുറ്റുമുള്ള ആളുകളെ ശ്രദ്ധിക്കുന്നതും പരിഗണിക്കുന്നതും ഒക്കെയാണ് ആ സാധനം. നമുക്ക് അതെ നാട്ടിൻപുറത്തേ ഉള്ളൂ എന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ അല്ലേ. ഇവിടെ അങ്ങനെയുണ്ട്. അപ്പം അങ്ങനെ ദോശയും ചമ്മന്തി രസവടയൊക്കെ കഴിച്ചേച്ച് നിൽക്കുക കേട്ടോ. സ്വാധീനക്കായ അപ്പുറം ഭയങ്കര ഒരു സമാധാനം. അതാണ് കാരണം ഈ വലിയ ബഹളങ്ങളൊന്നുമില്ല. കുറേ നാട്ടിൻപുറത്തുള്ള ആളുകൾ, പ്രായമായ ആളുകൾ, അവരിങ്ങനെ വിശേഷം, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വീഡിയോ എടുക്കാൻ ചെല്ലുമ്പോൾ നമ്മളടുത്ത് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കും. ഇപ്പോൾ എൻ്റെ നാടിനെ പറ്റിയും അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് കുറേ വിശേഷങ്ങൾക്കൊക്കെ ഇട്ടു. ഈ പഴക്കൊലകളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടല്ലോ, ഇതൊക്കെ ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും പഴംപൊരികളായി മാറും. അവിടെയാണെങ്കിൽ നല്ല പൂവമ്പഴം കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പൂവമ്പഴം മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ എല്ലാ കടയിലും പൂവമ്പഴം ഉണ്ടാവും, പക്ഷെ ഇവിടേക്ക് വന്നിട്ട് ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല. അപ്പോൾ അത് ഇച്ചിരി മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഗൂഗിൾ പേ ഇല്ല, അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. പൈസ ആയിട്ട് തന്നെ കൊടുക്കണം. കാരണം ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇവരുടെ ഒന്നും കയ്യിൽ അങ്ങനത്തെ ഫോണും അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും അധികം എത്തിയിട്ടില്ല. ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കാം. നമ്മുടെ മുന്നത്തെ വീഡിയോ ഒക്കെ ഒരുപാട് വീഡിയോയിൽ വന്നിട്ടുണ്ട്. പറഞ്ഞു തന്നിട്ടുള്ള നവീനാണ് പറഞ്ഞു തന്നത്. ആൾക്കൊന്നും വരാൻ പറ്റിയില്ല. പുള്ളിയാണ് ഇങ്ങനെ ഒരു സ്ഥലം, അവർ ഈ പ്രദേശത്തൊക്കെ ഉള്ളവരാണ്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കഴിക്കാൻ പോകുമ്പോൾ നല്ല ഭക്ഷണം കണ്ടാൽ നമുക്ക് കണ്ടന്റ് ആണെങ്കിൽ നമ്മളെ വിളിച്ച് പറയും. എന്നിട്ട് വിളിച്ച് പറയാൻ ചില വെറുതെ വിളിച്ച് പറയാമല്ലോ, ഇവിടെ കടയിൽ വന്ന് ഇവരോട് വീഡിയോ എടുക്കാൻ അവർക്കുടെ സമ്മതം വേണമല്ലോ വീഡിയോ എടുക്കാൻ. അപ്പോൾ അത് സമ്മതമാണോ, ഞങ്ങൾ വീഡിയോ ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ച് എനിക്കതിന് വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തരുന്നത് നവീനാണ്. നവീൻ പറയുന്ന എല്ലാ കടയിലും പിന്നെ എനിക്ക് ചെന്നാൽ മാത്രം മതി. എന്നെ പറ്റിയും ഇവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഇവിടേക്ക് വന്നത്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ചൂട് പിടിച്ച ചർച്ച നടക്കുകയാണ്, രാഷ്ട്രീയമാണ് വിഷയം. 9-ാം തീയതി ഇലക്ഷനാണ്. ഇന്ന് 28-ാം തീയതി. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് 28-ാം തീയതി കേട്ടോ. പിന്നെ അധികം ദിവസമില്ല. അതിൻ്റെ ചൂട് പിടിച്ച ചർച്ചയും തർക്കങ്ങളും ഒക്കെയാണ് നടക്കുന്നത്. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം.